ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വരുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ചെറിയ പനിയും ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർ ഇവിടെ ഇല്ല. പിള്ളേർ വാച്ച് വീട്ടിൽ പോയി. ശനിയും ഞായറും ഒക്കെ അവധി കിട്ടുമ്പോൾ അവരവിടെ പോകും. അമ്മ ഇവിടെയുണ്ട്, ചേട്ടായി ഇവിടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് കാണാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു വീഡിയോയുടെ അടിയിൽ ആരോ കമൻറ്റ് ചെയ്തായിരുന്നു, ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമോ എന്ന് ചോദിച്ചു. ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. എല്ലാവർക്കും കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, എനിക്ക് പറ്റാവുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വാ കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതേ കുളിക്കാനായിട്ടുള്ള തന്ത്രപ്പാടിലിരിക്കുമ്പോഴാണ് മീൻകറി വെക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെ മീൻകറി വെച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തുടക്കവും കൂടി ചെയ്യണം, അലക്കിയൊക്കെ ഇട്ട്. പിന്നെ രാവിലത്തെ തൊണ്ടക്കൊരു ഇതുണ്ട്. രാവിലത്തെ വീഡിയോ ഒക്കെ എടുത്താണ് എണീറ്റ് വന്നപ്പോൾ അതെന്തോ ഞാൻ റെക്കോർഡ് ചെയ്തില്ലെന്ന് തോന്നുന്നു. വീഡിയോ എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു, പക്ഷേ റെക്കോർഡ് ബട്ടണിൽ ഞെക്കിയില്ല. അപ്പോൾ അത് റെക്കോർഡായില്ല. ഇനിയിപ്പോൾ ഞാൻ ഉപ്പുമാവും സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മീൻകറി വെക്കണം. പിന്നെ അപ്പോൾ എൻ്റെ ലുക്കൊന്നും കണ്ട് ആരും പേടിക്കണ്ട കേട്ടോ. നമ്മൾ ഏൽക്കുമ്പോഴേ പൊട്ടിയൊന്നും ഇട്ടല്ലോ ആരും നിൽക്കണേ. അപ്പോൾ അങ്ങനെ ഏറ്റവും അങ്ങനെ പല്ലൊക്കെ തേച്ച് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ സാമ്പാറും പുട്ടുമൊക്കെയാണല്ലോ, ഉപ്പുമാവൊക്കെ ആയിട്ട് ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞില്ലേ, വിധുക്കുട്ടനെ ഡ്രസ്സ് ഇടുന്ന ഇഷ്ടമല്ല ഇട്ട അപ്പോൾ എണീറ്റ് കഴിയുമ്പോൾ അത് ഊരുവാണ്. അത് ദേവനൊക്കെ എണീറ്റ് വന്നിരിപ്പുണ്ട്. ചേട്ടായി എണീറ്റ് ആ ചേട്ടായിക്ക് കട്ടൻ വെച്ച് കൊടുത്ത് അമ്മ അപ്പുറം ഇരുന്ന് പത്രം എന്തോ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനും ദേവനൊക്കെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. രാവിലത്തെ ചായയുണ്ട്. ചിയാ സീഡൊക്കെ കഴിച്ചത് വീഡിയോ ഞാൻ എടുത്തതായിരുന്നു, പക്ഷേ അത് പോയി ഉണ്ടാക്കണതൊക്കെ, ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനും ദേവനും പിള്ളേരും കൂടി കഴിക്കുകയാണ്. ദേവുട്ടിക്ക് ഇഷ്ടം, ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു ഉപ്പുമാവിന്. സാമ്പാറും കൂടി ഉള്ളതുകൊണ്ട് സാമ്പാർ അവന് ഇഷ്ടമാണ്, അപ്പോൾ അവനും കൊടുക്കുവാണ്. ഇതുക്കുട്ടനും ഇടയ്ക്ക് തിന്നുന്നുണ്ട്. ഇതുക്കുട്ടനെ ഈ പറഞ്ഞ പോലെ കറി ഇല്ലാണ്ട് തിന്നായതുകൊണ്ട് ഇഷ്ടം. അവനെയും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഉടുപ്പൊക്കെ ഊരി വന്നിരിക്കും. അപ്പോൾ ഞാൻ പൊത്തി പിടിച്ചേക്കും, എൻ്റെ റിപ്പോർട്ട് അടിച്ചാലാണെന്നും പറഞ്ഞു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ മീൻ കൊണ്ടുവന്നു. അത് അമ്മ രാവിലെ എണീറ്റപ്പോഴേ ക്ലീൻ ചെയ്ത് തന്നായിരുന്നു. ഞാനങ്ങനെ മീൻ വെട്ടാറില്ല, ചില മീനൊക്കെ എനിക്ക് വെട്ടാറിയാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പുളിയും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീൻ അമ്മ വെട്ടിയതിനകത്ത് വറക്കാനുള്ളത് വരഞ്ഞിട്ടില്ലായിരുന്നേ. ഞാനത് വരഞ്ഞേക്കാമെന്ന് വിചാരിച്ച് വരഞ്ഞ് മാറ്റുവാണ്. വറക്കാനുള്ളതും വെക്കാനുള്ളതും രണ്ടായിട്ട് എടുത്ത് വെക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിളിമീൻ. കിളിമീൻ എൻ്റെ ഫേവറേറ്റാണ്. മീനുകളിൽ ഒരു ടേസ്റ്റോട് തിന്നാൻ പറ്റിയൊരു മീനാണ്. അതായത് കുരുമുളകൊക്കെ അരച്ച് വരട്ടി വറുത്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. അപ്പോൾ ഇത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് വറുക്കാനുള്ളത്, വെക്കാനുള്ളത്. അപ്പോൾ ചേട്ടാ എന്നോട് പറഞ്ഞ് കഞ്ഞി എടുത്തോളാൻ പറഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ കഞ്ഞി എടുക്കാൻ പോവാണ്. ചേട്ടായി ചില ദിവസമൊക്കെ കഞ്ഞിയാണ് ഓടിക്കണത്. ചിലപ്പോൾ വല്ല പുട്ടോ പരിപ്പോ ഒക്കെ ആണെങ്കിൽ അത് കഴിക്കും. കഞ്ഞി ഞാൻ എടുക്കുവാണ്. കഞ്ഞിക്ക് അച്ചാറും പിന്നെ തോരൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാണുമായിരിക്കും. അത് കഴിഞ്ഞ് കഞ്ഞി കൊടുത്തു കഴിഞ്ഞപ്പോൾ മറ്റേ മീൻകറി വെക്കാനായിട്ട് ചട്ടി ഞാൻ ഓൾറെഡി അടുപ്പിൽ വെച്ചിട്ടാണ് പോയത് കഞ്ഞിയൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി വാട്ടാനായിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മുളകും മല്ലിയൊക്കെ കുതിർത്തും വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കളറ് മുളകിന്, പക്ഷേ അത്ര എരിവും ഉണ്ട്, കളർ ഇച്ചിരി കൂടുതലാണ്. അത് കഴിഞ്ഞപ്പോൾ അതും അതിനകത്തിട്ടൊന്ന് പയ്യെ മൂപ്പിക്കും. ഇവിടെ തേങ്ങാപ്പാലിലാണ് മീൻകറി വെക്കണം. തേങ്ങ അരച്ച് വെച്ചാൽ ചേട്ടായ കൂട്ടത്തിൽ ഇടയ്ക്ക് എനിക്ക് തോന്നുവാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ പാക്കുറിച്ചിൽ കൊഴുവയൊക്കെ തേങ്ങ അരച്ച് ഞാൻ വെക്കാറുണ്ട്. ചിലപ്പോൾ മാങ്ങ ഇടണമെന്ന് ഇഷ്ടമല്ലോ ഇവിടെ. അത് ഉപ്പും ഇട്ട് ആവശ്യത്തിന് നമ്മളെടുത്ത് വെച്ച പുളിയും അതിനകത്തേക്ക് ഞാൻ പുളിയും ഉപ്പ് വെച്ച് കൂടുതലിടും കേട്ടോ. നന്നായിട്ട് ഇളക്കിതേ ഈ പരുവാകുമ്പോഴാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണം. ആ മുളക് കണ്ടോ, പക്ഷെ എല്ലാം ചെയ്തൊക്കെ വരുമ്പോൾ അത്ര മുളകില്ലായിരിക്കും ഇവിടെ കറിക്ക്. നല്ലപോലെ തിളക്കുവാണ്, പുളിയും മുളകൊക്കെ ഒന്ന് പിടിക്കും വരെ. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാലെന്നൊന്നുമില്ല, ഒറ്റ പാലങ്ങ് അരച്ച് ഒഴിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെക്കും. അമ്മയുടെ പുറകിൽ അടിച്ചൊക്കെ വരണുണ്ട്. ഇത് ദാഹമല്ല വീതി വെക്കണ ദിവസമായതുകൊണ്ട് പന്നി കിട്ടിയില്ല. അപ്പോൾ മീൻകറിയും മീൻ വറുത്തൊക്കെ ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പന്നി രാവിലെയൊക്കെ തിരക്കിയിട്ട് പന്നി കിട്ടിയില്ല. അപ്പോൾ അതേ മീനും അതിനകത്തേക്ക് ഇടുവാണ്. കിളിമീനായിരുന്നു കിട്ടിയത്. ഒന്ന് ഇളക്കി റെഡിയാക്കണം. അപ്പോൾ മീൻ വറുക്കാനുള്ളതിനകത്തേക്ക് കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കൂടി ഒന്ന് അരച്ച് വയ്ക്കണം, പേസ്റ്റാക്കിയിട്ട്. പിന്നെ ഇത് മീൻകറി തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനത് അരയ്ക്കാനായിട്ടുള്ള പണിയിലേക്ക് പോവുകയാണ്. മുളക് പൊടി ഇതൊക്കെ മറ്റേ നമ്മളാ കുതിർത്ത് വെച്ചതിനകത്തുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാമല്ലോ. അപ്പോൾ അതവിടെ വെച്ചപ്പോൾ ചേട്ടാ എന്നോട് പറഞ്ഞു എനിക്ക് പാലാങ്കടയിൽ പോകണം, ഷർട്ടൊന്ന് തേച്ച് തരാൻ പറഞ്ഞു. ഷർട്ട് തേക്കാനായിട്ട് ഇഷ്ടമാതിരി ഇരിപ്പുണ്ടായിരുന്നു. ആ ക്ലീനിങ് വീഡിയോയിൽ കണ്ടില്ലേ, അതിലൊരു ഷർട്ട് ഞാൻ തേച്ച് കൊടുത്തു. നമ്മൾ കടയിൽ കൊടുത്താണ് തേപ്പിക്കണേ. അപ്പോൾ ഒരെണ്ണം തേക്കാനില്ലാണ്ട് ഒരെണ്ണം തേച്ച് കൊടുക്കാൻ പറഞ്ഞു.
എനിക്ക് മടിയാണ് തേക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ തേച്ച് കഴിഞ്ഞ് വന്നപ്പോൾ മീൻകറി പരുവായി. ഇനി കുറച്ച് വെച്ച് ഒന്നും കൂടി പറ്റിക്കണം. അപ്പോൾ ഞാൻ ആ അരച്ച് വെച്ചിട്ട് പോയത് മീൻ പുരട്ടാനായിട്ടുള്ള വറുക്കാനുള്ള ആ മുളകും മല്ലിയൊക്കെ എടുത്ത് വെച്ചില്ല, അതിൻ്റെ അരപ്പുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഇതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പും ഇച്ചിരി വിനാഗിരിയും കൂടി ഒഴിച്ചായിരുന്നു. അപ്പോൾ ഇത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഓക്കെ, നമുക്ക് സമയമില്ല, വീതി വെക്കേണ്ടതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ വറുത്തായിരുന്നു കേട്ടോ. എല്ലാം രാവിലെ എല്ലാം ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഉച്ചയാകുമ്പോൾ ചോറിനതിന് മുമ്പായിട്ടേ വറുക്കാറുള്ളൂ. അങ്ങനെ ചൂടോടെ തിന്നാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇവരങ്ങ് ഇടുമ്പോൾ ഉള്ള മണം ഒന്നും പറയാനില്ല. പിറക്കാൻ മൊത്തം ഇതിൻ്റെ മണമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിളിമീൻ. അപ്പോൾ അവൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതെല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞ് പാത്രം ഇഷ്ടമാതിരി കഴുകാനുണ്ടായിരുന്നു, അത് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യണ വീഡിയോ ഉണ്ടായിരുന്നു അടുക്കള, അതെനിക്ക് മിസ്സായിപ്പോയി. പിന്നെ പാത്രമൊക്കെ കഴുകി ക്ലീനാക്കി വെക്കുകയാണ്. കുറേ പാത്രമുണ്ട്. എനിക്ക് പാത്രം കഴുകാൻ പൊതുവേ മടിയാണ്. പിന്നെ ഇത് പുട്ടുകുടം, അത് കഴുകണമെന്നാണ് എനിക്ക് ഏറ്റവും പുട്ടുകുടം, ചട്ടിക്കലം, ഇത് ഇവ 3 കഴുകണം എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ പിന്നെ ആ ബെർത്തും കൂടി ഞാൻ നമ്മൾ രാവിലത്തെ പണി കഴിയുമ്പോൾ പാത്രം കഴിയുമ്പോൾ ആ ബെർത്തും കൂടി കഴുകി സോപ്പിട്ട് കഴുകാറുണ്ട്. ഞാൻ മീനിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ വീണുകൊണ്ട് അതും കഴുകി വെടിപ്പാക്കാറുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇച്ചിരി ഇതുള്ളതുകൊണ്ട് നമ്മൾ അവിടെ പാത്രമൊക്കെ ഇട്ടിട്ട് ആ തട്ടയിൽ നിന്ന് ഇങ്ങനെ ഊർന്നൂർന്ന് താഴത്തോട്ട് വീഴും വെള്ളം. അപ്പോൾ അതുകൊണ്ട് അവിടെ കഴുകി വെടിപ്പാക്കാറുണ്ട്. എപ്പോഴും അങ്ങനെയാണ്, പണി കഴിയുമ്പോഴേ അതങ്ങ് ചെയ്തിട്ടേക്കും. എന്നിട്ടാണ് അടിച്ചു വാരി തുടക്കാൻ പോവുള്ളൂ. ഞാൻ അതേ അടിച്ചു വാരി എന്നും ഡെയിലി തുടക്കണമുണ്ട്. അങ്ങനെ വലിയ കാര്യമായിട്ട് അഴുക്കൊന്നുമില്ല. പിന്നെ പിള്ളേർ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് ഇടണതിൻ്റെയൊക്കെ ഈ മിഠായിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുമല്ലോ, അതാണ് പാട്. അപ്പോൾ അമ്മ പറഞ്ഞു വീതി വെക്കാൻ സമയമായെന്ന് പറഞ്ഞപ്പോൾ വേഗം അടി അവിടെ ഇട്ടിട്ട് അമ്മ പപ്പടം മുട്ടയൊക്കെ പൊരിച്ച് വാഴയിലയും വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ മുറി അങ്ങ് പെട്ടെന്ന് തുടച്ചു കൊടുത്തു കേട്ടോ. ഈ മുറിയിലാണ് വീതി വെക്കാണ്. അപ്പോൾ വിളക്കൊക്കെ വെച്ചത് ഇലയിലാണ് ചോറ് വീതി വെച്ചത്. മീൻ വറുത്തത്, പപ്പടം, മുട്ട, പിന്നെ തോരനും മീൻകറിയല്ല, തോരനും സാമ്പാറൊന്നും വെച്ചിട്ടില്ലായിരുന്നു, ഇത് വെച്ചോളും. പിന്നെ ഇറച്ചിയില്ലായിരുന്നല്ലോ. അപ്പോൾ ഉള്ളതിൽ ഒക്കെ വെച്ചു, വിളക്കം വെച്ചു, എല്ലാം റെഡിയാക്കി വീതി വെച്ചു. നമ്മളെല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഈ വർഷം ഇറച്ചിയില്ലായിരുന്നു, ഇറച്ചി ഇറക്കിയിട്ട് കിട്ടിയില്ല. ടിസ്റ്റുണ്ട്, മക്കളെ ടിസ്റ്റുണ്ട്. അത് കഴിഞ്ഞ് അതൊക്കെ വെച്ച് അടച്ചിട്ട് ഞാൻ പിന്നെ തുടക്കാനായിട്ട് പോകുന്നു. ഇനി ആ മുറി തുടക്കണ്ടല്ലോ, അതിന് ബാക്കിയുള്ള മുറിയൊക്കെ തുടക്കാമെന്ന് പറഞ്ഞ് പോകുന്നു. ആ മുറി നേരത്തെ തുടച്ചിട്ടായിരുന്നു വീതി വെക്കാനായിട്ട് കയറിയത്. അപ്പോൾ അവിടെ ഹാളൊക്കെ തുടക്കുവാണ്. ഇങ്ങനെ ഉണങ്ങി പിടിച്ചൊക്കെ ഇരിക്കും. ഡൈനിങ് ടേബിളിൻ്റെ ഇടയിലൊക്കെ മിഠായിയുടെ നയലൊക്കെ കൊണ്ടുപോയി വീതുകൂട്ടിന് അവിടെയൊക്കെ സുഖമായിട്ട് കയറാം. ഡൈനിങ് ടേബിളിൻ്റെ ഇടയിൽ കറക്റ്റ് അത്ര പൊക്കേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നയലൊക്കെ കൊണ്ട് ഒപ്പിച്ചിടുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ എല്ലാ മൂലയൊക്കെ ഞാൻ തുടക്കാറുണ്ട്. മൂലയും ഗ്യാപ്പൊക്കെ അടിച്ചു വരെ തുടക്കാറുണ്ട്. എനിക്ക് അങ്ങനെ ചെയ്തെങ്കിലും ഒരു സമാധാനമുള്ളൂ. എന്ത് പണി ചെയ്തില്ലെങ്കിലും തുടയ്ക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. തറയെ വീണാക്കന്മാരൊക്കെ എടുത്ത് തിന്നണോണ്ട്. അപ്പോൾ അമ്മേനെ കയറ്റി ഞാൻ കസേര ഇരുത്തി, എന്താണെന്ന് വെച്ചാൽ അതുവഴി നടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുക്കളയും തുടയ്ക്കുവാണ്. അടുക്കളയിലും എന്തെങ്കിലുമൊക്കെ വീഴുമല്ലോ, തേങ്ങ ചെല്ലണോ അതും ഇതൊക്കെ വീണുകൊണ്ട്, മീനിൻ്റെ ചാറോ അങ്ങനെയൊക്കെ വീണുകൊണ്ട് അവിടെയും നന്നായിട്ട് തുടക്കും. അങ്ങനെ അകവും തട്ടും കാര്യങ്ങളൊക്കെ നല്ലപോലെ തുടച്ച് തുടച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഭയങ്കര മഴയും കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ ഇരട്ടി ഉണ്ടായിരുന്നു. ഇത് ഞാൻ തീരാറായപ്പോഴാണ് ക്യാമറയും കൊണ്ട് വന്നത്. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഇവിടെ നല്ല കാറ്റുണ്ട്. ഇവിടെയൊക്കെ മരം നിൽക്കണോണ്ട് എനിക്ക് ആ ഏരിയ നിൽക്കാൻ പേടിയായിരുന്നു. അപ്പുറത്തുകാരുടെ ഒരു ആഞ്ഞിലി ഇവിടെ സൈഡിൽ നിൽപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. ഞാൻ പെട്ടെന്ന് തുടച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ജീവനിൽ പേടിയുള്ളതാണ്. പിന്നെ പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, വേഗം തുടക്കും കേട്ടോ. അടിയിൽ ചിരട്ട കിടക്കണം, നമ്മൾ തീ കത്തിക്കണതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് കുളിക്കാനായിട്ട് എണ്ണയൊക്കെ പുരട്ടി 2 ദിവസം കൂടുമ്പോഴാണ് ഞാൻ തല നനക്കാറ്. മേല് രാവിലെ വൈകുന്നേരം കഴുകും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കോന്തരം കൊണ്ട് പേടിക്കണ്ട, മുടി അവിടെ കാറ്റായതുകൊണ്ട് എനിക്ക് പേടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് കൂന്തുകൊണ്ട് ബാക്കി കയ്യെ കിട്ടിയ മുടിയൊക്കെ കൊണ്ടുപോയി വെളിയിൽ കളഞ്ഞു കേട്ടോ. പിന്നെ മേത്തും എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും മേത്തൊക്കെ എണ്ണ വയ്ക്കാറുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നാരങ്ങ എടുത്തതിന് എൻ്റെ പെടലിയിൽ കഴുത്തേ പുരട്ടാനാണ്. പ്രസവം കഴിഞ്ഞ് എൻ്റെ കഴുത്തേന്ന് കറുപ്പ് അങ്ങ് പോയിട്ടില്ലായിരുന്നു. ഇനി PCOD ഉണ്ടോ എന്ന് അറിയത്തില്ല, ഇനി അതാണോ പോകാത്തതെന്ന്. ഇങ്ങനെ ഡ്രൈ ആയിട്ട് കഴുത്ത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ചൊറിയും, ഫുള്ള് ചൊറിഞ്ഞ് പൊട്ടും, കുരുക്കൾ വന്നു. അപ്പോൾ അത് മാറാനായിട്ട് ഞാൻ നാരങ്ങാനീര് പുരട്ടാറുണ്ട്. ഭയങ്കര നീറ്റിലാണ്, നെഞ്ചിലുള്ളത് മറുകാന്ന് കേട്ടോ പറഞ്ഞത്.
ഇതങ്ങ് പുരട്ടി കഴിയുമ്പോൾ ചൊറിച്ചിലാണോ നീറ്റിലാണോ കുരുവൊക്കെ ഉണ്ടല്ലോ മാന്തി പൊട്ടിച്ച് വെച്ചേക്കുവാണ്. ഇത് കണ്ടോ കറുത്ത് കാണുന്നൊക്കെ കുരു പൊട്ടിച്ച് വെച്ചേക്കണം. ഭയങ്കര നീറ്റിലാണ്, സഹിക്കാൻ ഭ്രാന്ത് പിടിക്കും. എന്നാലും ഇതങ്ങ് തേച്ച് കഴിയുമ്പോൾ പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചൊറിച്ചിലൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് സഹിച്ച് കണ്ട എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. കുറേ കഴിയുമ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് മാറും. അത് തേക്കുമ്പോൾ ഉള്ളൊരിതാണ്. അത് കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേ വീതി വെച്ച് ചോറയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മ മീനൊന്നും കൂട്ടത്തില്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കാനിരുന്നു. മേക്കപ്പ് ഒന്നും ചെയ്തില്ല. കുളിച്ചിറങ്ങിയപ്പോഴേ അത് തുറന്നിരിക്കുകയായിരുന്നു. അപ്പം അമ്മ പറഞ്ഞത് അത് കഴിച്ചോളാൻ പറഞ്ഞപ്പോൾ ഞാൻ വേഗം വന്നിരുന്ന് കഴിക്കുകയാണ്. മീൻകറി, തോരൻ, പപ്പടം, മീൻ വറുത്തത്, സാമ്പാർ, മുട്ട പൊരിച്ചത്. അപ്പോൾ ഞാൻ ചേരം ഉറങ്ങാൻ കിടന്നപ്പോഴാണ് നമ്മുടെ സാരഥി വരുന്നത്. ചേട്ടായി എവിടെ നിന്നൊക്കെ പോയി പന്നിയിറച്ചിയും കൊണ്ട് വന്നായിരുന്നു. ഇനി അപ്പോൾ ഒന്ന് ഉറങ്ങാൻ ഓർത്ത് കിടന്നതാണ്. അപ്പോൾ ഇനി ഇത് ചേട്ടായി പറഞ്ഞത് വേഗം വെച്ച് കൊടുക്കുക, ഇത് വെച്ചിട്ട് വേണം എനിക്ക് ചോറിനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തല്ലി കൂട്ടി എളുപ്പപ്പണിക്ക് വേണ്ടി പന്നിയൊക്കെ കഴുകി വെടിപ്പാക്കി അതിനകത്തേക്ക് മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ഗരം മസാല എന്തൊക്കെ ഇടുമോ അതെല്ലാം അതിനകത്ത് ഇട്ടിട്ട് സബോള, ഇഞ്ചി, പച്ചമുളക് എല്ലാം അങ്ങനെ തന്നെ അതിനകത്ത് തന്നെ ഇട്ടിട്ട് ഇളക്കി കൂട്ടുവാണ്. ഇതെനിക്ക് എന്താണെന്ന് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞ് ഈ വക കാര്യങ്ങൾ ചെയ്യണം ഭയങ്കര മടിയാണ്. എന്നെപ്പോലെയുള്ളവരെല്ലാവരും അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വെച്ചാൽ കുളിച്ച് കഴിഞ്ഞാൽ മീൻ വെട്ടുക, മീൻകറി വെക്കുക, ഇറച്ചി വെക്കുക എനിക്ക് ഭയങ്കര പൊതുവായ അതിനോടൊക്കെ മടിയാണ്. കുളിക്കണതിന് മുമ്പ് എന്ത് കൊണ്ടുവന്നാലും ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് മേലെ ഒന്ന് ഉറങ്ങാൻ ഓർത്തിരുന്നതാണ്. അപ്പം എല്ലാം ഞാൻ അതിനകത്തിട്ട് കേട്ടോ, സബോള ഉൾപ്പെടെ അതിനകത്തിട്ട് ഇളക്കി നല്ലപോലെ തിരുമ്മി. ഞാൻ ചേട്ടായി വന്നതിന് മുമ്പ് ഒരു റീല് ഞാനിങ്ങനെ പോർക്കുണ്ടാക്കണത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവർ ഉണ്ടാക്കുന്ന രീതിയിൽ എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്തു. ഇവിടെ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കാറില്ല. മസാലയും ഗരം മസാലയൊക്കെ ഇട്ട് ഇഞ്ചി പച്ചമുളക് പേസ്റ്റും അതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി. ഇതാകുമ്പോൾ ഒരു 5-10 വിസിലടിക്കുമ്പോഴേ സംഭവം റെഡിയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ച് നല്ലപോലെ ഒന്നും കൂടി തിരുമ്മി കൂട്ടി വയ്ക്കുക. അത് കഴിഞ്ഞ് കുക്കറിനകത്തോട്ട് സാധാരണ എണ്ണ ഒഴിക്കുക. പിന്നെ കറുവപ്പട്ട, കുരുമുളക് എന്നിവയൊക്കെ അതിനകത്തിട്ടൊന്ന് മൂപ്പിക്കുക. പിന്നെ കുറച്ച് സബോള, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരു 2-3 മിനിറ്റ് അതിനകത്ത് വഴട്ടിയിട്ടാട്ടോ ഇട്ടത്. ഒരു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് അതിനകത്തേക്ക് ഇട്ട് വഴട്ടി നല്ലപോലെ. അതും കൂടി ഇടുമ്പോൾ നല്ലപോലെ വഴട്ടല്ലോ. അപ്പോൾ കറുവപ്പട്ടയുടെയും കുരുമുളകിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ ഒരു തക്കാളിയും കൂടി ഞാൻ അരിഞ്ഞ് അതിനകത്ത് ഇട്ടായിരുന്നു. അതും ഒന്ന് വഴട്ടി അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നവരെ വഴട്ടിയിട്ട് ബാക്കിയുള്ള നമ്മുടെ പോർക്കിൻ്റെയും കൂടി അതിനകത്തേക്ക് ഇട്ട് ഇത് കേട്ടോ. കുരുമുളക് ഞാൻ പൊടിച്ച കുരുമുളകല്ലേ ഇട്ടേ, പൊടിച്ച കുരുമുളക് തീർന്നായിരുന്നു. മറ്റേ കുരുമുളകില്ലേ, പൊടിക്കാത്ത കുരുമുളകും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ടോ. എന്നിട്ട് പന്നി ഇറച്ചിയും കൂടി അതിനകത്തിട്ട് പോർക്ക് അവനെ അതിനകത്ത് തട്ടി അടച്ച് വെക്കും. ഒരു തുള്ളി വെള്ളം ഒഴിച്ചായിരുന്നു ഞാൻ, പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ചീറ്റിയൊന്നുമില്ല, പാകമായിരുന്നു. ഒന്ന് ഇളക്കി കൂട്ടുക, വെള്ളം ഒഴിച്ചിട്ടോ ഇളക്കണേ. നല്ലപോലെ ഇളക്കി അടച്ച് വെക്കുക. ഒരു 10 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. ഇനി വെന്തില്ലെങ്കിലോ എന്നോർത്ത് ഇടയ്ക്ക് തുറന്ന് നോക്കി പിന്നെയും കത്തിക്കാൻ മടിയായതുകൊണ്ട് 10 വിസിൽ വരെ അതിനകത്തിരുന്ന് ഞാൻ അടുപ്പിച്ചു. എന്നിട്ടാണ് പിന്നെ തുറന്ന് നോക്കിയത്. പിന്നെ വെയിറ്റ് ഇട്ട് അടച്ച് വെക്കുകയാണ്. പത്ത് വിസിൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ പോർക്ക് കറി റെഡി. നെയ്യൊക്കെ തെളിഞ്ഞ് കിടപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ലായിരുന്നത്. പിന്നെ ചേട്ടായിക്ക് ചോറും കൊടുത്ത് ഞാൻ ഉറങ്ങാനായിട്ട് പോയി. ഇവിടെ മീൻകറിയൊന്നും അനക്കില്ല, മീൻ ഇവിടെ വലിയ ഓട്ടയില്ല, വറുത്താൽ മാത്രം. വൈകുന്നേരത്തെ ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചു ഉറങ്ങി, കണ്ണടച്ച് ഉറങ്ങി കേട്ടോ. പിന്നെ ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. പിള്ളേർ ഇവിടെ ഇല്ല, വാവച്ചി വീട്ടിൽ പോയേക്കുവാണ്. വൈകുന്നേരം ആകുമ്പോൾ വരും. പിന്നെ നമുക്കൊരു പരിപാടിയുണ്ട്, അവിടെ ഒന്ന് പോകണം. ചേട്ടായി അമ്മയൊന്നും വന്നില്ലെന്ന് തോന്നണേ. ഞാനും പിള്ളേരും കൂടി പോയിട്ട് വരും. നമുക്കിന്ന് അവിടെയാണ് പോകണം. പിന്നെ എന്താ, അപ്പോൾ ചായ പന്നി മേടിച്ചുകൊണ്ട് വന്നായിരുന്നല്ലോ. വൈകുന്നേരം ചായക്ക് പന്നിയിറച്ചി അപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ചായ കുടിക്കാം. ചായ വെച്ചിട്ട് ഉറങ്ങിയൊക്കെ ഏറ്റു വന്നു കഴിഞ്ഞപ്പോൾ ദേവൻ വിധുക്കുട്ടനും കൊച്ചിനെ കൊണ്ടാക്കിയായിരുന്നു വാവച്ചി വീട്ടിൽ നിന്ന്. പിന്നെ അവർ വന്നു, ഞങ്ങൾ ചായ കുടിച്ചു. ചായ കൂടി കഴിഞ്ഞ് പിന്നെയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞൊരു സന്ധ്യ 6-7 മണിയൊക്കെ ആയപ്പോൾ പിന്നെ ചേട്ടാ എണീറ്റത് അപ്പവും പന്നിയിറച്ചിയും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പവും പോർക്കും. അപ്പോൾ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്, നല്ല മുരുമുരാന്നുള്ള അപ്പം, അരിയുടെ അപ്പം
ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. വിധുക്കുട്ടനും കഴിച്ചോളും, ദേവനും കഴിച്ചോളും. പക്ഷേ ദേവൻ കഴിച്ചില്ല. അച്ചായും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു പരിപാടി ഉണ്ടെന്ന്, അവിടെ പോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ചുട്ട് എല്ലാവർക്കും കൊടുക്കുവാണ്. അപ്പം ദേവൂട്ടനും വന്ന് എന്തോ ചായ കുടിച്ചിട്ട് വന്ന് കഴുകിയിട്ടൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പന്നി ഇറച്ചിയായിട്ട് അപ്പവും ബീഫും കോഴിയൊക്കെ അടിപൊളിയാണല്ലോ. അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞ് മേലെ കഴുകി ഞാൻ പറഞ്ഞെടുത്ത് പോയായിരുന്നു. ചേട്ടായുടെ വീട്ടിൽ പോയി. അവിടെ ചേച്ചിയൊക്കെ ചേച്ചി പോകുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി. അപ്പോൾ വിധുക്കൂട്ടൻ അമ്മ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ ആദ്യം എടുത്ത ചോറ് കഴിച്ചിട്ട് അമ്മ പറഞ്ഞു എന്നാൽ കുറച്ചും കൂടി ചോറ് എടുക്കുക, ഇവരെല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് കഴിക്കുമായിരിക്കുന്നു. പക്ഷെ അവൻ കഴിച്ചില്ല. പിന്നെ പുള്ളിത് അവിടെ ഭരിച്ചൊക്കെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത സെക്ഷൻ ഉണ്ണാനിരുന്നു. ദേവൂട്ടനും വിധുവൊക്കെ അതിൻ്റെ ഇടവഴി നടപ്പുണ്ടതേ. അവിടെ 2-3 കുഞ്ഞ് പെൺപിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ കൂടെ കളിക്കുമായിരുന്നു വിധുവും ദേവനും കണ്ടത്. വിധുക്കൂട്ടൻ അതുവഴിയൊക്കെ ഓടി നടക്കും. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോറുണ്ണാനിരുന്നത്. ഞങ്ങൾക്കുള്ള ചോറ് വിളമ്പി. അച്ചായ വിധുവിനെയും കൊണ്ട് നടപ്പുണ്ട്. വിധുക്കൂട്ടൻ കഴിച്ചായിരുന്നില്ല. അച്ചായ ഇരുന്നില്ല. ഞാനും അമ്മയും ദേവനും കൂടി ഇരുന്ന് ചോറ് കഴിക്കണം. മോര് കാച്ചിയത്, മീൻകറി, ബീഫ്, നല്ല ഫുഡായിരുന്നു. അതൊക്കെ ഞങ്ങളിരുന്ന് കഴിച്ചു. മാക്കമൊക്കെ അടിച്ച് ദേവൂട്ടന് ഇച്ചിരി എന്നുള്ളൂ, ദേവൂട്ടന് വേണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് പോകുന്നു. ആ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഡേ ഇൻ മൈ ലൈഫ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇത് അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണ് അതെടുത്തത്. പിന്നെ ഇനിയും ഡേ ഇൻ മൈ ലൈഫ് വേണമെങ്കിൽ പറയണം, എനിക്കിഷ്ടമാണ് ചെയ്യാനൊക്കെ. പിന്നെ എന്താ, വീഡിയോസൊക്കെ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് ഞങ്ങൾ ചീനച്ചട്ടിയൊക്കെ മാറ്റാൻ പോവുകയാണ്. ചീനച്ചട്ടി ഉടനെ ഞങ്ങൾ മാറ്റുന്നതാണ്. ചീനച്ചട്ടി ഇവിടെ വേറെ ഉണ്ട്. പിന്നെ അത് എടുക്കാത്തത് എന്നാന്ന് വെച്ചാൽ അത് വലിയ ചീനച്ചട്ടിയാണ്. അപ്പോൾ അത് കഴുകാനും എടുക്കാനൊക്കെ പാടായതുകൊണ്ടാണ് അത് എടുക്കാത്തത്. അമ്മ എന്നോട് ഇന്ന് ചിരിപ്പിക്കും. അപ്പോൾ ഉടനെ ചീനച്ചട്ടിയൊക്കെ പുതിയതായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ടാറ്റാ, ബൈ, സീ യു.